പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ദിവസം 351. ഇന്നത്തെ വായനാഭാഗങ്ങൾ യാക്കോബിൻ്റെ ലേഖനം അധ്യായങ്ങൾ 3, 4, 5, കൊളോസോസ് ലേഖനം അധ്യായങ്ങൾ 1, 2, സുഭാഷിതങ്ങൾ അധ്യായം 30, വാക്യങ്ങൾ 7 മുതൽ 9 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യാക്കോബ് അധ്യായം 3. നാവിൻ്റെ ദുരുപയോഗം. എൻ്റെ സഹോദരരെ, നിങ്ങളിലധികം പേർ പ്രബോധകരാകരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധി നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പല വിധത്തിൽ തെന്നി വീഴുന്നു. ആരെങ്കിലും സംസാരത്തിൽ തെന്നി വീഴുന്നില്ലെങ്കിൽ തൻ്റെ ശരീരം മുഴുവൻ തന്നെയും നിയന്ത്രിക്കാൻ കഴിയുന്ന പൂർണ്ണനായ മനുഷ്യനാണവൻ. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരകളുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അവയുടെ ശരീരം മുഴുവനും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ തിരിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ഒരു തീപ്പൊരി എത്ര വലിയ വനമാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്. ഈ നാവ് നമ്മുടെ അവയവങ്ങളിൽ അനീതിയുടെ ലോകമാണ്. അത് ശരീരം മുഴുവനും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഇത് ജീവിതചക്രം ചുട്ടുപഴിപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ മനുഷ്യരിൽ ആർക്കും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. അതുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതുകൊണ്ട് തന്നെ ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മാധുര്യമുള്ളതും കയ്പുള്ളതും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളം മധുരമുള്ളതാക്കാനാകുമോ? യഥാർത്ഥ ജ്ഞാനം. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി ജ്ഞാനത്തിൻ്റെ സൗമ്യതയിൽ തൻ്റെ പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും സൗമ്യവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതും നിഷ്പക്ഷവും നിഷ്കപടവുമാണ്. സമാധാന സ്ഥാപകർ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. യാക്കോബ് അധ്യായം 4. ലൗകിക തൃഷ്ണ. നിങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ എവിടെ നിന്ന്? ഏറ്റുമുട്ടലുകൾ എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഭോഗങ്ങളിൽ നിന്നല്ലേ? നിങ്ങൾ മോഹിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ യാചിക്കുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. യാചിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തെറ്റായി യാചിക്കുന്നത് കൊണ്ടാണ്. എന്തെന്നാൽ നിങ്ങളുടെ ഭോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് നിങ്ങൾ യാചിക്കുന്നത്. അബദ്ധസഞ്ചാരികളെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. നമ്മിൽ കുടിയിരുത്തിയ ആത്മാവിനെ അവിടുന്ന് അസൂയയോടെ പാർത്തിരിക്കുന്നു എന്ന വിശുദ്ധ ലിഖിതം വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവിടുന്ന് കൂടുതൽ കൃപ ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനീതർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോടടുത്ത് വരുവിൻ, അവിടുന്ന് നിങ്ങളോടും അടുത്തു വരും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ. ചഞ്ചലചിത്തരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുവിൻ. വിലപിക്കുകയും ദുഃഖിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി വിലാപമായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ വിനീതരായിരിക്കുവിൻ,
അവിടുന്ന് നിങ്ങളെ ഉയർത്തും. സഹോദരനെ വിധിക്കരുത്. സഹോദരരെ, നിങ്ങൾ പരസ്പരം ദ്വേഷിച്ച് സംസാരിക്കരുത്. സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരെ സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം പാലിക്കുന്നവനല്ല, മറിച്ച് അതിന് ന്യായാധിപനത്രേ. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? ആത്മപ്രശംസ പാടില്ല. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ, നാളെ എന്താകും, നിങ്ങളുടെ ജീവിതം എങ്ങനെയാകും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. പകരം നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും ഇത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോ ഇപ്പോൾ ധാർഷ്ട്യത്തോടെ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് അത് പാപമാകും. യാക്കോബ് അധ്യായം 5. ധനവാന്മാർക്ക് മുന്നറിയിപ്പ്. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ ചിതലരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായി സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസം വിഴുങ്ങും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അവൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല. കാത്തിരിക്കുവിൻ. സഹോദരരെ, കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ ദീർഘക്ഷമയുള്ളവരാകുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. ഇതാ, വിധിക്കപ്പെടാതിരിക്കാൻ സഹോദരരെ, നിങ്ങൾ പരസ്പരം വിരോധത്തോടെ പിറുപിറുക്കരുത്. ഇതാ, ന്യായാധിപൻ വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ദീർഘക്ഷമയുടെയും ദൃഷ്ടാന്തമായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ, പീഡ സഹിക്കുന്നവരെ അനുഗ്രഹീതരായി നാം കരുതുന്നു. ജോബിൻ്റെ സഹനശക്തിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനുമാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ സഹോദരരെ, സർവോപരി നിങ്ങൾ ആണയിടരുത്. സ്വർഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും മറ്റൊന്നിനെക്കൊണ്ടും അരുത്. ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതേയെന്ന് പറയുമ്പോൾ അതേയെന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ. രോഗിക്ക് വേണ്ടി പ്രാർത്ഥന. നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവ് അവനെ ഉയർത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ യാചന ഏറെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ മൂടുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. കൊളോസോസ് അധ്യായം 1. അഭിവാദനം. ദൈവഹിതമനുസരിച്ച് ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും കൃതജ്ഞതയും പ്രാർത്ഥനയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു.
എന്തെന്നാൽ ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്കെല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. സുവിശേഷ സത്യത്തിൻ്റെ വചനത്തിൽ മുമ്പ് തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളതും സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്നതുമായ പ്രത്യാശ മൂലമാണിത്. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിലെല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകൻ എപ്പഫ്രാസിൽ നിന്നാണല്ലോ നിങ്ങളിത് ഗ്രഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണവൻ. ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്തു സൃഷ്ടിയുടെ മകുടം. തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല. നിങ്ങൾ സകല ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. കർത്താവിന് യോഗ്യവും തികച്ചും പ്രീതിജനകവുമായ വിധം വ്യാപരിക്കുക. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. സന്തോഷപൂർണമായ സഹനശീലത്തിലും ദീർഘക്ഷമയിലും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി നിങ്ങളെല്ലാവിധത്തിലും ബലം പ്രാപിക്കട്ടെ. വിശുദ്ധരോടൊപ്പം പ്രകാശത്തിൽ പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവപൂർണതയും നിവസിക്കാൻ ദൈവം സംപ്രീതനായി. എല്ലാ വസ്തുക്കളെയും സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ളതാകട്ടെ അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിലെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. വിശ്വാസസ്ഥിരത. ഒരിക്കൽ നിങ്ങൾ ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സുകൊണ്ടകന്നവരും ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ നിർത്തുന്നതിനു വേണ്ടി ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് കീഴുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. വിജാതീയർക്കുള്ള ശുശ്രൂഷ. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതിയുള്ള ക്രിസ്തുവിൻ്റെ പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ദൈവവചനം നിങ്ങൾക്ക് വേണ്ടി പൂർത്തിയാക്കാൻ എനിക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ കാര്യസ്ഥത പ്രകാരം ഞാൻ ശുശ്രൂഷകനായി. യുഗങ്ങളും തലമുറകളുമായി മറഞ്ഞിരുന്ന ഈ രഹസ്യം ഇപ്പോൾ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു. ഇതാകട്ടെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതാണ്. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവർക്കും സർവ്വവിജ്ഞാനവും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടിയാണ് എന്നിൽ പ്രവർത്തിക്കുന്ന അവൻ്റെ ശക്തിക്കനുസൃതം ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. കൊളോസോസ് അധ്യായം 2. നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്കയിലുള്ളവർക്ക് വേണ്ടിയും എന്നെ മുഖാമുഖം കണ്ടിട്ടില്ലാത്ത അനേകർക്ക് വേണ്ടിയും എൻ്റെ പോരാട്ടം എത്ര ശക്തമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾ സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും വഴി ആശ്വസിപ്പിക്കപ്പെടേണ്ടതിനാണിത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത്. ഞാനിത് പറയുന്നത് വശ്യവാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാനാണ്. ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നെങ്കിലും ആത്മാവിൽ നിങ്ങളുടെ കൂടെയാണ്. നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ക്രിസ്തുവിൽ പൂർണ്ണത. കർത്താവായ ക്രിസ്തു യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ചരിക്കുവിൻ.
അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾക്ക് നൽകപ്പെട്ട വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. മാനുഷിക പാരമ്പര്യത്തിനും പ്രപഞ്ചത്തിൻ്റെ ആദിശക്തികൾക്കും ചേരുന്നതും എന്നാൽ ക്രിസ്തുവിനെ യോജിക്കാത്തതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ അടിമപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളും പരിച്ഛേദിതരായിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിൻ്റെ ജഡികതകൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ജഡികതയുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്കെതിരായ ലിഖിത നിയമങ്ങൾ അവൻ മായ്ച്ചു കളയുകയും അവ കുരിശിൽ തറച്ച് നമ്മുടെ മധ്യയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളും അധികാരങ്ങളും നിരായുധമാക്കുകയും കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും. ഇവയെല്ലാം വരാനിരുന്നവയുടെ നിഴൽ മാത്രം, യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങളിൽ മുഴുകിക്കൊണ്ട് കപടവിനയത്തിലും ദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുകയും ജഡിക ചിന്തകളോടെ വ്യർത്ഥമായി അഹങ്കരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ അയോഗ്യരാക്കാതിരിക്കട്ടെ. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഏത് ശിരസിൽ നിന്നാണോ അതുമായി അവർ ഗാഠബന്ധം പുലർത്തുന്നില്ല. ക്രിസ്തുവിൽ പുതുജീവിതം. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ ആദിശക്തികൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൽ ജീവിക്കുന്നെന്ന മട്ടിൽ ഈ നിബന്ധനകൾക്ക് സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നിവയ്ക്ക് വിധേയപ്പെടുന്നതെന്തിന്? ഉപയോഗത്തിലൂടെ നശിച്ചു പോകുന്നവയെപ്പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. സ്വേച്ഛമായ ഭക്തിപ്രകടനവും കപടമായ വിനയവും അമിതമായ ശരീരനിഗ്രഹവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങൾക്കെതിരെ ഇവയ്ക്ക് ഒരു മൂല്യവുമില്ല. സുഭാഷിതങ്ങൾ അധ്യായം 30 വാക്യങ്ങൾ 7 മുതൽ 9 വരെ. 2 കാര്യങ്ങൾ ഞാൻ അങ്ങിൽ നിന്ന് അപേക്ഷിക്കുന്നു. ഞാൻ മരിക്കും മുമ്പ് അങ്ങാവ എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. വ്യർത്ഥതയും പൊളിവചനവും എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. എൻ്റെ അവശ്യഭോജനം എനിക്ക് ആഹാരമായി തരണമേ. ഞാൻ സംതൃപ്തനായി ആരാണ് കർത്താവെന്ന് ചോദിച്ച് വഞ്ചിക്കാനിടയാകാതിരിക്കട്ടെ. ഞാൻ ദരിദ്രനായി മോഷ്ടിക്കാനും അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഇകഴ്ത്താനും ഇടയാകാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് 351 ദിവസം. പ്രാർത്ഥനാപൂർവം ഈ ദിനത്തിൻ്റെ ചിന്തകളിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം നാവിൻ്റെ ദുരുപയോഗത്തെ സംബന്ധിക്കുന്നതാണ്. ഒരേ നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും അതേ നാവുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ ദുഷിക്കുകയും ചെയ്യുന്ന പ്രവണതയെ യാക്കോബ് ശ്ലീഹ വളരെ ഗൗരവമുള്ള ഒരു തിന്മയായി ചൂണ്ടിക്കാണിക്കുകയാണ്. നാവിൻ്റെ മേൽ നിയന്ത്രണമുള്ളവന് ശരീരം മുഴുവൻ്റെയും മേൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മേൽ നിയന്ത്രണമുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഉന്നതത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തെ സംബന്ധിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതോ ദൈവികമായതോ ദൈവത്തിൽ നിന്ന് വരുന്നതോ ആയ ജ്ഞാനത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അത് ശുദ്ധമാണ്. അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് വിശുദ്ധി. അതുപോലെ അത് സമാധാനം ആഗ്രഹിക്കുന്നതാണ്. അത് സൗമ്യമാണ്, വിധേയത്വമുള്ളതാണ്, കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതാണ്, നിഷ്പക്ഷമാണ്, നിഷ്കപടമാണ്. ഉന്നതത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ആ ജ്ഞാനം സ്വീകരിച്ച വ്യക്തികളിൽ കാണുന്ന പ്രത്യേകതകളാണ് യാക്കോബ് ശ്ലീഹ ചൂണ്ടിക്കാണിച്ചത്. വിശുദ്ധിയുടെയും എളിമയുടെയും സൽഫലങ്ങളുടെയും സൽകൃത്യങ്ങളുടെയും ഒരു വെളിപ്പെടുത്തൽ അത്തരം ജ്ഞാനത്തോട് ചേർന്ന് ഉണ്ടാകും. ബാക്കിയുള്ള മറ്റെല്ലാ ജ്ഞാനവും അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നത് ദൈവത്തിൽ നിന്നല്ല എന്നാണ്
തിരുവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ വലിയ അറിവുള്ള വലിയ ജ്ഞാനിയായ ആളാണ് ലൂസിഫർ പോലും. അതുകൊണ്ട് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് ബൗദ്ധികമായ നിലവാരം ഒരാളുടെയും ആത്മീയതയുടെ അളവുകോലല്ല. ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിൻ്റെ ഈ പ്രത്യേകതകൾ ശുദ്ധവും സമാധാനപൂർണവും സൗമ്യവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമായ, അതുപോലെ നിഷ്പക്ഷമായ നിഷ്കപടമായ ആ സുഹൃതങ്ങളുടെ വെളിപ്പെടുത്തൽ ദൈവികമായ ജ്ഞാനത്തിൽ ഉണ്ട്. അതുപോലെ 5-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ നിലവിളിക്കുന്ന പാപങ്ങളിൽ 4-ാമത്തേതായി മതബോധനം പഠിപ്പിക്കുന്ന വേലക്കാരന് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലിയെക്കുറിച്ചുള്ള പരാമർശവും അപ്പസ്തോലൻ നടത്തുന്നുണ്ട്. രോഗീലേപനം എന്ന കൂദാശയെ സംബന്ധിക്കുന്ന പ്രബോധനം 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ കാണാനായിട്ട് കഴിയും. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, എൽഡറിനെ വിളിക്കട്ടെ. അവർ വന്ന് തൈലം പൂശി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, പാപങ്ങൾ ഏറ്റുപറയട്ടെ. ആ സമയത്ത് ദൈവം സൗഖ്യം നൽകും. ഈ രോഗീലേപനം എന്ന കൂദാശയുടെ അനോയിൻറ്റിങ് ഓഫ് ദ സിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചന അടിത്തറയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ യാക്കോബ് ശ്ലീഹ ഈ ലേഖനം അവസാനിപ്പിക്കുന്ന വാക്യവും മനോഹരമാണ്. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ച് നീക്കുകയും അതുപോലെ തൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും എന്ന മനോഹരമായൊരു വാക്യമുണ്ട്. ആത്മാക്കളെ ദൈവനീതിയുടെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ശുശ്രൂഷ നമ്മുടെ തന്നെ ആത്മരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായി മാറും എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ ആഗമന സഭയ്ക്ക് മുഴുവനായി എഴുതപ്പെട്ട കത്ത് സമാപിക്കുന്നത്. കൊളോസോസ് ലേഖനം അപ്പസ്തോലനായ പൗലോസ് തടവറയിൽ കിടന്ന് എഴുതിയ ലേഖനങ്ങളിലൊന്നാണ്. വിശുദ്ധ പൗലോസ് അല്ല കൊളോസോസിലെ സഭ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹശുശ്രൂഷകരിൽ ഒരാളായിരുന്ന എപ്പഫ്രാദിത്തോസ് ആകാനാണ് സാധ്യത എന്നാണ് പൊതുവെയുള്ള പരക്കെയുള്ള അഭിപ്രായം. കൊളോസോസ് സഭയിൽ ഉടലെടുത്ത ചില അബദ്ധ പ്രബോധനങ്ങളുടെ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഏകാഗ്രതയിൽ നിന്ന് വിശ്വാസികളുടെ ഹൃദയത്തെ വ്യതിചലിക്കുന്ന ചില അബദ്ധ സിദ്ധാന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് കൊളോസോസിലെ സഭയ്ക്ക് എഴുതുന്നത്. യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന പല വിലപ്പെട്ട പാഠങ്ങളും നമുക്ക് ഈ ലേഖനത്തിൽ കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം മുഴുവൻ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉൾക്കാഴ്ചകൾ നൽകപ്പെടുന്നവയാണ്. അവനാണ് എല്ലാ സൃഷ്ടിക്കും മുമ്പുള്ളവൻ, അവനിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു, അവനിൽ ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്, അവൻ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പിന്നീട് അവനിലാണ് ജ്ഞാനം, എല്ലാ അറിവിൻ്റെയും നിധികൾ ഒളിഞ്ഞുകിടക്കുന്നത് അവനിലാണ്. അങ്ങനെ ആ 1-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയം 2-ാം അധ്യായത്തിലൂടെ തുടരുമ്പോൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ സംബന്ധിക്കുന്ന വിലപ്പെട്ട പാഠങ്ങൾ നൽകപ്പെടുന്നു. അങ്ങനെ വിലപ്പെട്ട ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ വിവിധ പവിഴങ്ങളും മുത്തുകളും കണ്ടെത്താൻ കഴിയുന്ന ഒരു ലേഖനമാണ് കൊളോസോസ് ലേഖനം. നിലവിളിക്കുന്ന പാവങ്ങളെക്കുറിച്ച് അപ്പസ്തോലനായ യാക്കോബ് പ്രതിപാദിച്ചപ്പോൾ അത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ സത്യത്തിൽ അറിയുന്നില്ല നമ്മുടെ ചെറുതും വലുതുമായ നിലപാടുകളും പെരുമാറ്റവും വാക്കും പ്രവൃത്തിയുമൊക്കെ എങ്ങനെയാണ് നമ്മുടെ സഹജീവികളെ വേദനിപ്പിക്കുന്നത് എന്ന്. ഒരു കുളത്തിലേക്ക് അലസമായി വലിച്ചെറിയുന്ന ഒരു കല്ല് പോലും ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ ഈ ലോകാതിർത്തിയോളം ഈ പ്രപഞ്ചത്തിൻ്റെ നമ്മൾ കാണാത്ത വിദൂരങ്ങളെപ്പോലും സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ പ്രതികരണങ്ങളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിലവിളിക്ക് കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ഈ ദിവസം ദൈവം നമ്മളെ വിളിക്കുകയാണ്. വചനയാത്ര തുടരുന്നു. നമ്മുടെ ദിനങ്ങൾ ഓരോന്നായി കുറഞ്ഞു വരുന്നു. സന്തോഷത്തോടെ ഈ യാത്രയിൽ ഒപ്പം വന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്. ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക, നന്നായി ദൈവമഹത്വത്തിനായി ജീവിക്കുക. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.